സുഹൃത്തുക്കളെ, 60 വയസ്സുള്ള ഒരു കോടീശ്വരി ജോലിക്കായി അലഞ്ഞുതിരിഞ്ഞ് 22 വയസ്സുള്ള ഒരു യുവാവിന് ജോലി നൽകി. അതുമാത്രമല്ല, അവനെ തന്റെ വീട്ടിൽ താമസിപ്പിച്ച് 3 നേരം ഭക്ഷണവും വസ്ത്രങ്ങളും നൽകി സ്വന്തം മകനെപ്പോലെ പരിചരിച്ചു. പക്ഷേ ആ യുവാവ് ജോലിയിൽ ചേർന്ന ആദ്യ രാത്രി തന്നെ കിടപ്പുമുറിയിലേക്ക് പോയി എന്താണ് ചെയ്തതെന്ന് അറിഞ്ഞാൽ നിന്റെ ശരീരം വിറക്കും. പിന്നീട് നടന്ന സംഭവം നിന്റെ കണ്ണുകളെ അമ്പരപ്പിക്കും. ഈ കഥ നിന്നെ ആശ്ചര്യപ്പെടുത്തുകയും ആവേശകരമായി മുന്നോട്ടു പോവുകയും ചെയ്യും. ഒരിടത്തും ഒഴിവാക്കാതെ കാണുക. കാരണം മനസ്സിലാകാത്ത അറിവ് അപകടകരമാണ്. മണിപ്പൂർ നഗരത്തിൽ താമസിക്കുന്ന 60 വയസ്സുള്ള മാധവി എന്ന സ്ത്രീ MV ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ അധ്യക്ഷയാണ്. റിയൽ എസ്റ്റേറ്റും IT കമ്പനികളും കൊണ്ട് അവരുടെ പേര് വളരെ പ്രശസ്തമാണ്. ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി നൽകി അവരുടെ ജീവിതം മാറ്റിമറിച്ച മാധവി കഠിനാധ്വാനത്തോടെ തന്റെ വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുത്തവളാണ്. അവരുടെ ജീവിതം വളരെ അച്ചടക്കത്തോടെ നീങ്ങിയിരുന്നു. രാവിലെ യോഗ ചെയ്ത് പത്രം വായിച്ച് ദിവസത്തെ ജോലികൾ ആരംഭിക്കും. ഉച്ചയ്ക്ക് കമ്പനി മീറ്റിംഗുകൾ, വൈകുന്നേരം വീട്ടിലെത്തി പുസ്തകം വായിക്കുകയോ സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കുകയോ ചെയ്യുക. ഇതായിരുന്നു അവരുടെ ഹോബി. ഒരു ദിവസം മാധവി നഗരത്തിലെ വലിയ മാളിലേക്ക് ഷോപ്പിംഗിന് പോയി. അവിടെ ലോകപ്രശസ്ത ബ്രാൻഡുകളുടെ സാധനങ്ങൾ ലഭ്യമായിരുന്നു. മാസത്തിലൊരിക്കൽ അവർ അവിടെ പോയി ഷോപ്പിംഗ് ചെയ്യുമായിരുന്നു. തനിക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മാളിൽ ഉണ്ടായിരുന്നവർ അവരെ തിരിച്ചറിഞ്ഞ് ബഹുമാനത്തോടെ വന്ദനം ചെയ്തു. ഷോപ്പിംഗ് കഴിഞ്ഞ് ബിൽ അടയ്ക്കാൻ കാഷ്യർ ഭാഗത്തേക്ക് വന്നു. അവിടെ 22 വയസ്സുള്ള യശ്വന്ത് എന്ന യുവാവ് കാഷ്യറോട് ജോലിക്കായി അപേക്ഷിക്കുന്നുണ്ടായിരുന്നു. അവന്റെ മുഖത്ത് ഉത്കണ്ഠയും നിസ്സഹായതയും വ്യക്തമായി കാണാമായിരുന്നു. അവൻ തിരുത്തിയും ജോലിക്കായി യാചിച്ചുകൊണ്ടിരുന്നു. മാധവിയുടെ കണ്ണുകൾ യശ്വന്തിനെ കണ്ടു. അവന്റെ അവസ്ഥ അവരുടെ മനസ്സിനെ സ്പർശിച്ചു. നിന്റെ പേര് എന്താണ് എന്ന് ചോദിച്ചു. യശ്വന്ത് ആശ്ചര്യത്തോടെ എന്റെ പേര് യശ്വന്ത് മാഡം എന്ന് പറഞ്ഞു. നീ ആർ? ഏത് നാട്ടുകാരൻ? ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് മാധവി ചോദിച്ചു. യശ്വന്തിന്റെ കണ്ണുകളിൽ കണ്ണീർ തിളങ്ങി. മാഡം, ഞാൻ ജോലിക്കായി വന്നതാണ്. ഞാൻ ഒരു അനാഥനാണ്. ചെറുപ്പത്തിലേ എന്റെ അച്ഛൻ മരിച്ചു. അടുത്തിടെ എന്റെ അമ്മയും എന്നെ വിട്ടുപോയി. ഈ ലോകത്ത് എനിക്ക് ആരുമില്ല എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവന്റെ കണ്ണീർ കണ്ട് മാധവിയുടെ ഹൃദയം ഉരുകി. യശ്വന്ത്, എന്റെ വീട്ടിൽ ജോലി ചെയ്യുമോ? നിനക്ക് ജോലി തരാം എന്ന് ചോദിച്ചു. യശ്വന്തിന് തന്റെ കാതുകളെ വിശ്വസിക്കാനായില്ല. തീർച്ചയായും ചെയ്യാം മാഡം. എനിക്ക് 3 നേരം ഭക്ഷണം തന്നാൽ മതി എന്ന് സന്തോഷത്തോടെ പറഞ്ഞു. മാധവി, നിനക്ക് 3 നേരം ഭക്ഷണവും വീടും വസ്ത്രങ്ങളും തരാം. മാസം 15,000 രൂപ ശമ്പളവും തരാം എന്ന് പറഞ്ഞു. ഈ വാക്കുകൾ യശ്വന്തിനെ സന്തോഷത്തിൽ മുക്കി. അവർക്ക് നന്ദി പറഞ്ഞ് തന്റെ ബാഗ് തോളിൽ വച്ച് അവരോടൊപ്പം പുറപ്പെട്ടു. മാധവി യശ്വന്തിനെ കാറിൽ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവരുടെ വീട് കണ്ട് യശ്വന്ത് ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഒരു രാജഭവനത്തിന് ഒട്ടും കുറവില്ലാത്ത ആ ബംഗ്ലാവ്, വലിയ ഗേറ്റുകൾ, വിശാലമായ പൂന്തോട്ടം, ഗംഭീരമായ പ്രവേശന കവാടം, ഇവയെല്ലാം അവനെ അത്ഭുതപ്പെടുത്തി. ആ ബംഗ്ലാവിൽ 10-ലധികം തൊഴിലാളികൾ മാധവിയുടെ സേവനത്തിലുണ്ടായിരുന്നു. മാധവി യശ്വന്തിന് ഒരു ആഡംബര മുറി കാണിച്ച്, ഇത് നിന്റെ മുറി, ഇന്നുമുതൽ ജോലി തുടങ്ങാം എന്ന് പറഞ്ഞു. യശ്വന്ത് തലയാട്ടി നന്ദി പറഞ്ഞ് തന്റെ ബാഗ് മുറിയിൽ വച്ച് ജോലിക്ക് തയ്യാറായി. ആദ്യം മാധവിയുടെ മുറിയും വീടിന്റെ മറ്റു ഭാഗങ്ങളും വൃത്തിയാക്കി. പിന്നീട് വരാന്തയിലെ ചെടികൾക്ക് വെള്ളമൊഴിച്ച് അവർ വളർത്തുന്ന നായ്ക്ക് കുളിപ്പിച്ചു. യശ്വന്ത് ഓരോ ജോലിയും വളരെ ശ്രദ്ധയോടും അർപ്പണബോധത്തോടും ചെയ്തു. രാത്രിയാകുമ്പോൾ പാചകക്കാരൻ ഭക്ഷണം തയ്യാറാക്കി. അമ്മയ്ക്ക് ഭക്ഷണം തയ്യാർ എന്ന് മാധവിയുടെ മുറിക്കടുത്ത് വന്ന് പറഞ്ഞു. മാധവി ഡൈനിങ് ടേബിളിൽ ഇരുന്ന് യശ്വന്തിനെ വിളിച്ച്, നീയും എന്റെ കൂടെ ഇരുന്ന് കഴിക്ക് എന്ന് പറഞ്ഞു. യശ്വന്ത്, അയ്യോ മാഡം, നിന്റെ കൂടെ തുല്യനായി ഇരുന്ന് കഴിക്കണോ എന്ന് മടിച്ചെങ്കിലും അവരുടെ നിർബന്ധത്താൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചു തുടങ്ങി. ഭക്ഷണം കഴിക്കുമ്പോൾ മാധവി, യശ്വന്ത്, നിന്റെ പശ്ചാത്തലം എന്താണ്? ഏത് നാട്ടുകാരൻ? ഇത്ര ജോലി ആവശ്യമായത് എന്തിനാണ് എന്ന് ചോദിച്ചു. യശ്വന്ത് ഒരു നെടുവീർപ്പോടെ പറഞ്ഞു, മാഡം, ഞാൻ മുംബൈയിലെ ദാദർ കോളനിയിൽ നിന്നാണ്. എന്റെ അച്ഛൻ ഒരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. കമ്പനിയിൽ വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടിൽ മരിച്ചു. എന്റെ അമ്മ കഷ്ടപ്പെട്ട് എന്നെ വളർത്തി. എന്നെ ഡിഗ്രി വരെ പഠിപ്പിച്ചു. പക്ഷേ കഴിഞ്ഞ മാസം അവരും എന്നെ ഒറ്റയ്ക്കാക്കി പോയി എന്ന് വിഷമത്തോടെ പറഞ്ഞു. മാധവി അവനെ ആശ്വസിപ്പിച്ച്, യശ്വന്ത്, വിഷമിക്കേണ്ട, ഇനി മുതൽ നീ എന്റെ മകനെപ്പോലെ. നിനക്ക് അനാഥനെന്ന ബോധം വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. ധൈര്യമായിരിക്കെ, നിനക്ക് എല്ലാ സൗകര്യങ്ങളും തരാം. കഠിനാധ്വാനം ചെയ്ത് നല്ല ഭാവി കെട്ടിപ്പടുക്ക് എന്ന് പറഞ്ഞു. അവരുടെ വാക്കുകൾ യശ്വന്തിന് ധൈര്യം പകർന്നു. അവൻ നന്ദിയോടെ അവരെ നോക്കി. ഭക്ഷണം കഴിഞ്ഞ ശേഷം മാധവി, യശ്വന്ത്, എനിക്ക് അർദ്ധരാത്രി ചൂടുവെള്ളം കുടിക്കുന്ന ശീലമുണ്ട്. നീ എന്റെ മുറിയിൽ തന്നെ കിടക്ക്. എനിക്ക് എന്തെങ്കിലും ആവശ്യമായാൽ സഹായമാകും എന്ന് പറഞ്ഞു.
യശ്വന്ത് ശരി മാഡം എന്ന് പറഞ്ഞ് അവരുടെ കട്ടിലിൽ നിന്ന് അല്പം അകലെ കിടന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മാധവി ആഴ്ന്ന ഉറക്കത്തിലേക്ക് വഴുതി വീണു. യശ്വന്തും ഉറങ്ങി. മാധവിക്ക് ഉറക്കത്തിൽ ആരോ തന്റെ അരയിൽ കൈവച്ച് തടവുന്നതുപോലെ തോന്നി. ഭയത്തോടെ കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ യശ്വന്ത് അവരുടെ അരയിൽ കൈവച്ച് കിടക്കുന്നു. മാധവി ഉച്ചത്തിൽ അലറി അവനെ തള്ളിമാറ്റി. യശ്വന്ത് ഉറക്കത്തിൽ നിന്ന് നെട്ടിയെഴുന്നേറ്റ് എന്തുപറ്റി മാഡം എന്ന് ചോദിച്ചു. മാധവി ദേഷ്യത്തോടെ നീ എന്റെ അടുത്ത് എന്തിനാണ് കിടക്കുന്നത്? എന്റെ അടുത്തേക്ക് എന്തിനാണ് വന്നത്? നിന്റെ ഉദ്ദേശം എന്താണ് എന്ന് അലറി പുറത്തേക്ക് വന്നു. ആ അലർച്ച കേട്ട് വീട്ടിലെ ജോലിക്കാർ അവരുടെ മുറിക്കടുത്ത് എത്തി. യശ്വന്ത് ഭയത്തോടെ മാഡം ദയവായി എന്നോട് ക്ഷമിക്കൂ. എനിക്ക് ഉറക്കത്തിൽ നടക്കുന്ന രോഗമുണ്ട്. എന്റെ കാരണത്താൽ നിനക്ക് ബുദ്ധിമുട്ട് ഉണ്ടായെങ്കിൽ ക്ഷമിക്കൂ എന്ന് പറഞ്ഞു. അവൻ ഉറക്കത്തിൽ നടക്കുന്ന രോഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മാധവി അല്പം ശാന്തമായി. ശരി, നീ മറ്റൊരു മുറിയിലേക്ക് പോയി കിടക്ക് എന്ന് പറഞ്ഞു. യശ്വന്ത് അവരുടെ വാക്കിനനുസരിച്ച് തന്റെ മുറിയിലേക്ക് പോയി കിടന്നു. പക്ഷേ ആദ്യ ദിവസം തന്നെ മാധവിയോട് പ്രശ്നമുണ്ടാക്കിയല്ലോ എന്ന ഭയത്താൽ അവൻ ഉറക്കം വന്നില്ല. പിറ്റേന്ന് രാവിലെ യശ്വന്ത് മാധവിക്ക് കുളിക്കാൻ വെള്ളം ഒരുക്കി കാപ്പി കൊണ്ടുവന്നു കൊടുത്തു. മാധവി അവന്റെ മുഖം നോക്കാൻ കഴിയാതെ നാണത്തോടെ കാപ്പി കുടിച്ചു കുളിക്കാൻ പോയി. ആ ദിവസം മുതൽ യശ്വന്ത് അവരുടെ പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, രാത്രി ഭക്ഷണം, മറ്റ് ആവശ്യങ്ങൾ എന്നിവ വളരെ ശ്രദ്ധയോടെ നോക്കി. അവന്റെ സത്യസന്ധതയും ശ്രദ്ധയും ശ്രദ്ധിച്ച മാധവി നിന്റെ ഉറക്കത്തിൽ നടക്കുന്ന രോഗം കുറയ്ക്കാൻ അടുത്ത ആഴ്ച ഒരു പ്രശസ്ത ഡോക്ടറെ കാണാം എന്ന് പറഞ്ഞു. യശ്വന്ത് ശരി മാഡം എന്ന് സന്തോഷിച്ചു. 4 ദിവസം എല്ലാം സാധാരണമായിരുന്നു. അവൻ തന്റെ ജോലി സത്യസന്ധമായി ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ 5-ാം ദിവസം അർദ്ധരാത്രിയിൽ മാധവി വെള്ളം കുടിക്കാൻ പുറത്തുവന്നപ്പോൾ യശ്വന്ത് അവരുടെ മുറിയുടെ വാതിൽക്കൽ കിടക്കുന്നു. ഇവൻ ഉറക്കത്തിൽ നടന്നുവന്ന് എന്റെ വാതിൽക്കൽ കിടക്കുന്നു എന്ന് കരുതി മാധവി അവനെ ഉണർത്തി സ്വയം ഇരുന്ന് അവനെ അവന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി വിട്ടു. പിറ്റേന്ന് രാവിലെ മാധവി പതിവുപോലെ കാപ്പി കുടിച്ചു കുളിക്കാൻ പോയി. കുളി കഴിഞ്ഞ് പുറത്തുവന്നപ്പോൾ യശ്വന്ത് കുളിമുറിയുടെ അടുത്ത് നിൽക്കുന്നു. അവർ ഞെട്ടിപ്പോയി. നീ ഇവിടെ എന്തിനാണ് നിൽക്കുന്നത് എന്ന് ചോദിച്ചു. യശ്വന്ത് തല കുനിച്ച് മാഡം നിനക്ക് എന്തെങ്കിലും സഹായം വേണോ എന്ന് വന്നതാണ് എന്ന് പറഞ്ഞു. മാധവി അവന്റെ മറുപടിയിൽ വല്ലാതെ വികാരാധീനയായി ഞാൻ പറഞ്ഞ ജോലി ചെയ്യ്. ഇനി മുതൽ എന്റെ മുറിക്കടുത്തോ കുളിമുറിക്കടുത്തോ വരരുത് എന്ന് പറഞ്ഞ് തന്റെ മുറിയിലേക്ക് പോയി. ആ ദിവസം യശ്വന്ത് ചെയ്ത ജോലികളും അവന്റെ നോട്ടങ്ങളും മാധവിക്ക് അസ്വസ്ഥതയുണ്ടാക്കി. അതേ ദിവസം അർദ്ധരാത്രിയിൽ മാധവി വെള്ളം കുടിക്കാൻ വന്ന് തന്റെ മുറിയുടെ വാതിൽ പൂട്ടാൻ മറന്നു കിടന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ യശ്വന്ത് ഉറക്കത്തിൽ നടന്ന് അവരുടെ മുറിയിലേക്ക് വന്ന് അവരെ ഇറുകെ കെട്ടിപ്പിടിച്ച് കിടന്നു. ആരോ തന്റെ മേൽ കൈവച്ചതുപോലെ തോന്നിയ മാധവി ഞെട്ടലോടെ കണ്ണുകൾ തുറന്നു. യശ്വന്ത് അവരുടെ അരയിൽ കൈവച്ച് ആഴ്ന്ന ഉറക്കത്തിലായിരുന്നു. ഇത് കണ്ട് ദേഷ്യത്തോടെ ജ്വലിച്ച മാധവി അവന്റെ നെറ്റിയിൽ ശക്തിയായി അടിച്ചു ഉണർത്തി. യശ്വന്ത് തപ്പിത്തടഞ്ഞ് എഴുന്നേറ്റ് എന്തുപറ്റി മാഡം എന്ന് ചോദിച്ചു. മാധവി ദേഷ്യത്തോടെ നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? എത്ര തവണ പറയണം എന്റെ മുറിയിലേക്ക് വരരുതെന്ന്? നീ ബോധപൂർവം എന്റെ അടുത്തേക്ക് വരികയാണോ? എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് പോ എന്ന് അലറി. യശ്വന്ത് തന്റെ രോഗം കാരണം ഇങ്ങനെ ചെയ്തെങ്കിലും ഇത് മാധവിയുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. ഇത്ര ചെറിയ ഒരു പയ്യൻ എന്റെ മേൽ എന്തിനാണ് ഇങ്ങനെ ആസക്തി കാണിക്കുന്നത്? ഇങ്ങനെ തുടർന്നാൽ എന്റെ മാനത്തിന് ഭംഗം വരും എന്ന് അവർ ചിന്തിച്ചു. ഇത്രനാൾ യശ്വന്തിനോട് കാണിച്ച കരുണ അപ്രത്യക്ഷമായി. അവർ ഒരു തീരുമാനത്തിലേക്ക് വന്നു. പിറ്റേന്ന് രാവിലെ യശ്വന്ത് കാപ്പി കൊടുക്കാൻ വന്നപ്പോൾ മാധവി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. യശ്വന്ത്, ഇനി നിനക്ക് ഇവിടെ ജോലി ചെയ്യേണ്ട. നീ രാത്രി മുഴുവൻ എന്റെ മുറിയിലേക്ക് വന്നാൽ ആളുകൾ എന്റെ കുറിച്ച് മോശമായി സംസാരിക്കും. മാധവി എന്ന പേര് കേട്ടാൽ ആളുകൾ ബഹുമാനിക്കും. ആ ബഹുമാനം നിന്റെ കാരണത്താൽ നഷ്ടപ്പെടുത്താൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് അവനെ ജോലിയിൽ നിന്ന് പുറത്താക്കി. ജോലി നഷ്ടപ്പെട്ട വിഷമത്തിൽ യശ്വന്തിന്റെ കണ്ണുകളിൽ കണ്ണീർ തിളങ്ങി. തന്റെ ബാഗ് പോലും എടുക്കാതെ മാധവിയുടെ വീട്ടിൽ നിന്ന് പോയി. പിന്നീട് മാധവി പതിവ് പോലെ കാപ്പി കുളിച്ച് തന്റെ മുറിയിലെ വലിയ പെട്ടി നോക്കി. ആ പെട്ടിയുടെ വാതിൽ അല്പം തുറന്നിരുന്നു. അവരുടെ അരയിൽ കെട്ടിയിരുന്ന താക്കോൽ അവിടെ തൂങ്ങിക്കിടന്നു. അവർ ഭയത്തോടെ പണം മോഷ്ടിക്കപ്പെട്ടോ എന്ന് തിരഞ്ഞു. പണമോ സ്വർണമോ ഒന്നും നഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷേ കുറച്ചു വർഷങ്ങളുടെ രഹസ്യ ഫയലുകളും ചില ഫോട്ടോകളും മോഷ്ടിക്കപ്പെട്ടിരുന്നു. ഇത് കണ്ട് മാധവി ഞെട്ടലിൽ ഇരുന്നുപോയി. അപ്പോൾ യശ്വന്ത് ഉറക്കത്തിൽ നടക്കുന്ന രോഗം എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്ന് എന്റെ അരയിലെ താക്കോൽ മോഷ്ടിച്ചോ എന്ന് മനസ്സിലാക്കി. യശ്വന്ത് തന്നെ വഞ്ചിച്ചുവെന്ന് അവർക്ക് മനസ്സിലായി. അവരുടെ മനസ്സിൽ ഒട്ടേറെ ചോദ്യങ്ങൾ. യശ്വന്ത് ആർ? അവന്റെ ഉദ്ദേശം എന്താണ്? ആ ഫയലുകൾ കൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഉത്കണ്ഠപ്പെട്ടു. എന്തു ചെയ്യണമെന്ന് ആലോചിച്ച് ഉടനെ യശ്വന്ത് പറഞ്ഞ മുംബൈയിലെ ദാദർ കോളനിയിലേക്ക് പോയി.
അവിടെ ആളുകളോട് യശ്വന്തിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇവിടെ യശ്വന്ത് എന്ന് ആരുമില്ല എന്ന് പറഞ്ഞു. അവർ വീട്ടിലേക്ക് വന്ന് ആഴത്തിൽ ആലോചിച്ചു. അവന്റെ മുറിയിൽ എന്തെങ്കിലും തെളിവ് കിട്ടിയേക്കാം എന്ന് കരുതി യശ്വന്തിന്റെ മുറിയിലേക്ക് പോയി. അവിടെ അവന്റെ ബാഗ് കിട്ടി. സിപ്പ് തുറന്നു നോക്കിയപ്പോൾ കുറച്ചു വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. വസ്ത്രങ്ങളെല്ലാം പുറത്തെടുത്തപ്പോൾ അവന്റെ വാലറ്റ് കിട്ടി. അത് തുറന്നു നോക്കിയ മാധവിയുടെ മനസ്സ് ശൂന്യമായി. കാരണം ആ വാലറ്റിൽ യശ്വന്തിന്റെ മാതാപിതാക്കളുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോ കണ്ടയുടനെ മാധവിയുടെ കൈകൾ വിറച്ചു, ശരീരം വിയർത്തു. കഴിഞ്ഞകാല സംഭവങ്ങൾ അവരുടെ കൺമുന്നിൽ തെളിഞ്ഞു. സുഹൃത്തുക്കളെ, യശ്വന്തിന്റെ പിതാവ് ഒരു സമ്പന്ന വ്യവസായി ആയിരുന്നു. മാധവി ആ കമ്പനിയിൽ സെക്രട്ടറിയായി ജോലി ചെയ്തിരുന്നു. അവർ തന്റെ സൗന്ദര്യവും ബുദ്ധിശക്തിയും ഉപയോഗിച്ച് യശ്വന്തിന്റെ പിതാവിനെ തന്റെ വരുതിയിൽ നിർത്തി. ആഴ്ചയിൽ 4 ദിവസം അവനെ തന്റെ വീട്ടിലേക്ക് വിളിപ്പിച്ചിരുന്നു. യശ്വന്തിന്റെ പിതാവ് അവരുടെ വാക്കുകൾക്ക് അടിമപ്പെട്ടിരുന്നു. മാധവിക്ക് അവനോട് പ്രണയമുണ്ടായിരുന്നില്ലെങ്കിലും അവന്റെ സമ്പത്തിന് മേൽ കണ്ണുവച്ചിരുന്നു. ആ സമ്പത്തിനായി അവനുമായി ബന്ധം നിലനിർത്തി. അവന്റെ ദൗർബല്യം ഉപയോഗിച്ച് കമ്പനിയുടെ രേഖകൾ പകർത്തി. പതുക്കെ കമ്പനിയുടെ ഓഹരികൾ തന്റെ പേര് മാറ്റി. സമ്പത്ത് കൈവശപ്പെടുത്തിയ ഉടനെ യശ്വന്തിന്റെ പിതാവിനെ ക്രൂരമായി കൊലപ്പെടുത്തി. ആ കുറ്റം യശ്വന്തിന്റെ അമ്മയുടെ മേൽ ചുമത്തി. കോടതി യശ്വന്തിന്റെ അമ്മയ്ക്ക് 30 വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ചു. ചെറുപ്പത്തിൽ തന്നെ അനാഥനായ യശ്വന്ത് കോടതി ഉത്തരവിന് അനുസരിച്ച് അനാഥാലയത്തിൽ വളർന്നു. വലുതായപ്പോൾ തന്റെ അമ്മയെ കാണാൻ ജയിലിൽ പോയിരുന്നു. തന്റെ മേൽ നടന്ന അനീതിയെക്കുറിച്ച് അമ്മ അവനോട് പറഞ്ഞു. തന്റെ അമ്മയ്ക്ക് നീതി നേടിക്കൊടുക്കാനും പിതാവിന്റെ സമ്പത്ത് തിരിച്ചുപിടിക്കാനും യശ്വന്ത് ഒരു തൊഴിലാളിയായി മാധവിയുടെ വീട്ടിൽ ചേർന്ന് അവരുടെ പെട്ടിയിൽ നിന്ന് പിതാവിന്റെ കൊലപാതകത്തിനും സമ്പത്തിനും ബന്ധപ്പെട്ട ഫയലുകളും ഫോട്ടോകളും മോഷ്ടിച്ചു. മാധവി കഴിഞ്ഞകാല സംഭവങ്ങൾ ഓർത്തിരിക്കുമ്പോൾ പോലീസ് അവരെ അറസ്റ്റ് ചെയ്യാൻ വന്നു. പോലീസിനെ കണ്ട മാധവിയുടെ കൺമുന്നിൽ ഭാവി കാഴ്ചകൾ തെളിഞ്ഞു. അവർ ഭാരമുള്ള കാലുകളോടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പോലീസ് അന്വേഷണം നടത്തി അവരെ കോടതിയിലേക്ക് കൊണ്ടുപോയി. കോടതി മുറ്റത്ത് യശ്വന്തിനെ മുഖാമുഖം കണ്ട മാധവി തലകുനിച്ച് അകത്തേക്ക് പോയി. കോടതിയിൽ യശ്വന്ത് താൻ ശേഖരിച്ച തെളിവുകൾ ഓരോന്നായി സമർപ്പിച്ചു. പിതാവിന്റെ കമ്പനിയുടെ സാമ്പത്തിക രേഖകൾ, മാധവി നടത്തിയ സമ്പത്ത് മാറ്റലിന്റെ തെളിവുകൾ, കൊലപാതക ദിവസത്തെ മാധവിയുടെ ഫോൺ വിളി രേഖകൾ, ഇവയെല്ലാം അവരുടെ കുതന്ത്രങ്ങളെ വ്യക്തമായി വെളിവാക്കി. യശ്വന്ത് തന്റെ അമ്മ കുറ്റമറ്റവളാണെന്ന് തെളിയിക്കാൻ താൻ നടത്തിയ അന്വേഷണ വിശദാംശങ്ങൾ പറഞ്ഞു. അമ്മയും തന്റെ മേൽ നടന്ന അനീതിയെക്കുറിച്ച് കോടതിയിൽ വിശദീകരിച്ചു. യശ്വന്തിന്റെ തെളിവുകൾ മാധവിക്കെതിരായ ആരോപണങ്ങളെ ശക്തിപ്പെടുത്തി. ഒടുവിൽ കോടതി യശ്വന്തിന്റെ അമ്മയെ കുറ്റമറ്റവളായി പ്രഖ്യാപിച്ച് ഉടനടി വിടുതലാക്കാൻ ഉത്തരവിട്ടു. മാധവി നിയമവിരുദ്ധമായി സമ്പാദിച്ച സമ്പത്ത് യശ്വന്തിന്റേതാണെന്ന് വിധിച്ചു. മാധവിയുടെ കുറ്റങ്ങൾക്ക് 30 വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ചു. കോടതിയിൽ നിന്ന് പുറത്തുവന്ന യശ്വന്ത് തന്റെ അമ്മയുടെ മുഖത്ത് പുഞ്ചിരി കണ്ട് മെല്ലെ ഒരു നെടുവീർപ്പ് വിട്ടു. അവന്റെ നീണ്ട പോരാട്ടം വിജയിച്ചു. അനീതി തോറ്റു, നീതി ജയിച്ചു. അമ്മയെയും മകനെയും ഒരുമിച്ചു. സുഹൃത്തുക്കളെ, ഈ കഥ നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി കാണാം. ജയ് ഹിന്ദ്.